നമ്മൾ വിചാരിക്കുക നമ്മുടെ ഏറ്റവും പക്വതയുള്ള ടൈം ഇതാണെന്നാ. 20 നമ്മൾ ഇതാണ് നമ്മുടെ ലോകം എന്നുകൊണ്ട് വിചാരിക്കും. ഡ്യൂക്ക് ബൈക്കൊക്കെ എടുക്കണം എന്തിനാണെന്നറിയാം? 22ാമത്തെ വയസ്സിൽ ഡ്യൂക്ക് എടുക്കണം. നീ ഏത് കാലത്ത് അത് എടുക്കാൻ പോടെ? 20 വയസ്സുള്ള പിച്ചാച്ചിന് 22 വയസ്സുള്ള ഡ്യൂക്ക് എടുത്തിട്ട് നമ്മൾ എന്തിനാ ജീവിതം? പിന്നെ എന്തിനുള്ളത്? അവൻ ജീവിതം തുടങ്ങിയിട്ടില്ല. 20 വയസ്സുള്ളത് ആരൊക്കെ ഇവിടെ ഉണ്ടാവും. ആ ഡ്യൂക്കും ഐഫോൺ 15 എടുത്ത് അതാണ് ലോകം. അവിടെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളിലുണ്ടാവും. കുറെ പുതിയ യങ് ബ്ലഡ് ഉണ്ടാവും. യങ് ബ്ലഡിന് ക്രിയേറ്റിവിറ്റിയും ധൈര്യവും ഡൈനാമിക്സും കൂടുതലുണ്ടാവും. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. രണ്ടും കോംപ്ലിമെന്റിങ് ആണ്. അവര് ഇവിടെ നിന്നും അവിടെ നിന്നും കൊടുക്കാനും നേടാനും പറ്റണം. അതല്ലാതെ അവര് 90 കിഡ്സ്, നമ്മള് മറ്റേ ഇതിപ്പോ ഈ കൊറിയൻ ട്രെൻഡൊക്കെ ഇപ്പോഴല്ലേ വന്നത്. എന്റെ കോളേജിലെ സകല പെൺപിള്ളേര് കൊറിയൻ ഫാൻസ്. ബോയ്സിന് കണ്ടുകൂടാ. അവര് പറയാ ഒരേ പോലത്തെ മോന്തുള്ള കുറെ മനുഷ്യന്മാർ. അസൂയ കൊണ്ട് പറയണതാണ്. ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യാം. ഈഗോ ഉള്ള ആളുകളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അവരുടെ ഉള്ളിൽ പേടിയാണ്. സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള പേടി. ഇതൊരു കളഞ്ഞാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് മരണത്തെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. എല്ലാ ഈഗോവും തീരും. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ എന്താ പറയുക ആവേശത്തോടു കൂടി ഓടിക്കുന്ന നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓടിക്കുന്ന ഒരു 10 കിലോമീറ്റർ ഒന്ന് കരുതൂലേ? വേണ്ട, ഞാൻ മരിച്ചിട്ട് അവളിങ്ങനെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട. അതായത് അപ്പൊ നമുക്ക് നമ്മുടെ നിസ്സാരതയാണ് മനസ്സിലാവും. ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യാം. റോക്കറ്റിനെ സാറ്റലൈറ്റ് ഡിസോൺ ചെയ്യും. എപ്പോ ഈ റോക്കറ്റാണ് സാറ്റലൈറ്റിനെ പൊക്കി വിട്ടത്. പക്ഷെ അവിടെ എത്തുമ്പോൾ സാറ്റലൈറ്റിന് കറങ്ങണമെങ്കിൽ റോക്കറ്റിനോട് സാറ്റലൈറ്റ് പറയും, റോക്കറ്റ് നീ താഴെ പോയിട്ട് ISROനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ കറങ്ങിയിട്ട് വരാം. കൺവിൻസിങ് സ്റ്റാർ അല്ലേ? ചിലർ സാലറി നോക്കി വർക്ക് ചെയ്യും. അതെ, പണ്ടൊരു ക്ലാസ് എടുക്കാൻ പോയിട്ട് CBSE സ്കൂളിലാണേ. അപ്പൊ ഞാൻ MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയിൽ ഞാനിങ്ങനെ പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കാം. ഒരു 10 വർഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞിങ്ങനെ ക്വസ്റ്റ്യൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ക്വസ്റ്റ്യൻ അതൊന്ന് പറഞ്ഞു നോക്കിയാ. ക്വസ്റ്റ്യൻ വായ തുറക്ക്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് അതിന്റെ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. ക്വസ്റ്റ്യൻ അപ്പൊ ഞാനിങ്ങനെ പറയുന്നു, എല്ലാ ടീച്ചേഴ്സും പറയുന്നു, ഒരു ടീച്ചർ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ. അപ്പൊ അവര് ക്വസ്റ്റ്യൻ വേണ്ടടോ, ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അടുത്തത് ചോദിച്ചു എന്ത് പറ്റി മാഡം? അപ്പൊ അവര് പറയാ ആകെ 7000 രൂപ ശമ്പളം, അതിന്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ നടക്കൂല സാർ. സാറ് മാനേജ്മെന്റിനോട് പറഞ്ഞിട്ട് ശമ്പളം കൂട്ടിത്തരാൻ പറ. ക്വസ്റ്റ്യനോ വെടിവെച്ച് കൊല്ലണ്ട് പിശാചിനെ വേണ്ടേ? സാലറിക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ആണോ? ദേഷ്യപ്പെടുമ്പോൾ സമയം കൊടുക്കുക. ഭാര്യ ഭർത്താക്കന്മാരോടാണ്. സമയം കൊടുത്താൽ മിക്കവാറും ദേഷ്യമൊക്കെ പോയിക്കോളും. ഉദാഹരണം, ഭാര്യയും ഭർത്താവും അടി കൂടും, നല്ല അടി ഇറക്കുക. അതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത വീട്ടുകാരൻ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ നിൽക്ക്, ആദ്യം കഴിഞ്ഞ വിവാഹത്തിന് കാര്യം ചെയ്യട്ടെ എന്ന് പറയാം. ഇല്ല, അവിടുന്ന് ഒരു ട്രാൻസ്ഫർമേഷനോ ചായ എടുക്കണേ. ഓക്കെ, ചായ എടുത്തത് വന്നു കൊടുക്കുന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് ഈ വന്ന ആൾ പോകുന്നു. അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണ് നമ്മൾ നിർത്തിയത്? നിങ്ങൾ എൻ്റെ അച്ഛനെ വിളിച്ചു. ഓക്കെ, ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിച്ചു. സ്റ്റാർട്ട് ചെയ്യൂ? ഇല്ല, അയാളെ വഴിക്ക് പോയി. പലപ്പോഴും സമയം കൊടുത്താൽ മതി. ഈ വണ്ടികൾ തമ്മിൽ ഉരച്ചാൽ, ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വണ്ടികൾ തമ്മിൽ ഉരച്ചാൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനുള്ളത്. നീ എവിടെ നോക്കിയാണോ താഴെ എന്നല്ലേ പറയാ. നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിരിച്ചു നോക്കിയ. ഞാൻ ചെയ്തു എന്നേ, എൻ്റെ വണ്ടി ഉരഞ്ഞപ്പോ ഞാൻ നോക്കി ചിരിച്ചു. 4 പ്രാവശ്യം ചിരിച്ചു. 4 പ്രാവശ്യം ഉണ്ടായി ചിരിച്ചു. അപ്പൊ ഞാൻ ചിരിച്ചു ഇങ്ങനെ അറിഞ്ഞല്ലേ. 3 പ്രാവശ്യം വിജയിച്ചു. 1 പ്രാവശ്യം ചിരിച്ചതിന് അടി കിട്ടി. മുരച്ചതും പോലെ ചിരിക്കുന്നോടാ പറഞ്ഞു. അവൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പിശാച്. അവന് മനസ്സിലായിട്ടില്ല ഇതാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങൾ ചിരിച്ചു നോക്കൂ. നമ്മൾ ഉടക്കുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുന്നത് എന്ത് പ്രശ്നവും. എൻ്റെ കാർ അറിഞ്ഞു ഒരുത്ത ആ ബസ്സുകാരങ്ങനെ പായിപ്പിച്ചപ്പോൾ ഒരുത്ത അങ്ങനെ തിരിഞ്ഞു വന്നിട്ട് എൻ്റെ ക്ലാസ്സിൻ്റെ സൈഡ് കാറിൻ്റെ ഡ്രന്നിട്ട് പോയി. ഇവനിങ്ങനെ ആലിലെ പോലെ വിറക്കായി. ഇവനും ഫാമിലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിറക്കന്നെ. അപ്പൊ അവന് മനസ്സിലായി തെറ്റാണ്. ബസ്സുകാരൻ ഹോൺ അടിച്ചതാ, അതുകൊണ്ട് തിരിച്ചു. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാം. നമ്മൾ സമാധാനമായിട്ട് നോക്കിയാൽ ആളുകളെ ഉടക്കുണ്ടാക്കുന്നത് എന്തിനാന്ന് പറയാം. എൻ്റെ ഭാഗത്ത് കുറ്റമല്ല, മറ്റവരുടെ ഭാഗത്താണ് കുറ്റമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉടക്കുണ്ടാക്കുന്നത്. സമാധാനം നിൽക്ക്.
സമാധാനം നിന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വയറുള്ള ആളുകളെ കണ്ടാൽ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അയാൾ കുടുംബം നോക്കേണ്ട ആളാണ്, കുടുംബം നോക്കുന്ന ആളാണ് അല്ലേ? ഞാനൊരു കോളേജിൽ പോയിട്ട് പറഞ്ഞു, മക്കളെ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം, വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാണ്. ഒരു പെൺകുട്ടി ഇവിടെ തന്നെ നോക്കിക്കുക, നീ എവിടെ നോക്കണം, ഇത് വലുതാണല്ലോ. അല്ലേ, ഫാമിലി പാക്ക് എന്ന് വെറുതെ പറഞ്ഞതല്ല, ഇത് നമ്മൾ ഫാമിലിയെ നോക്കി തുടങ്ങിയപ്പോ കിട്ടിയതാണ്. നല്ല ഷേപ്പുള്ള മനുഷ്യനായിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ പൊറോട്ടയ്ക്ക് മാവ് ഒഴിച്ച പോലെ. ആരാ ചിരിച്ച മനുഷ്യൻ? ഒരാളുടെ അവസ്ഥ പറയുമ്പോ ഇങ്ങനെ ചിരിക്കുക. അതൊക്കെ ഉണ്ടാവും, വയറൊക്കെ ഉണ്ടാവും. വയറ് കാണണോ? ആദ്യത്തെ കുട്ടിയായിക്ക് ഇവിടെ ഒരു സാധനം വരും, പുരുഷന്മാരുടെ ഇവിടെ വേറെയും വരും. രണ്ടാമത്തെ കുട്ടിയാകുമ്പോ ഇത് വെറുത്തു വരും. ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പോവും. ഇപ്പൊ കണ്ടില്ലേ, വിവാഹം കഴിഞ്ഞതാണോ എന്നാൽ ഡൈവോഴ്സ് ചെയ്യണോ? ഈ ശരീരം അതിന് പറ്റിയല്ല. ഇത്രയും നല്ല ശരീരം വിവാഹം കഴിഞ്ഞ ആൾക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലേ? അതൊക്കെ ഉണ്ടാവും. സ്ത്രീകൾ ഒക്കെ തടിച്ചു മാറും, ഷേപ്പൊക്കെ മാറും, വയറൊക്കെ വരും. അത് ഫാമിലി പാക്ക് വെറുതെ പറഞ്ഞതല്ല. ഒരു കുടുംബത്തെ ഷേപ്പാക്കി മാറ്റിയതിന്റെ പുറകെ പോയതിന്റെ പേരിൽ ഇത് മറന്നതാ നമ്മള്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമുണ്ട്, ഇത് അവനറിയാം. എനിക്ക് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവ് വരുമാനം ഈ മാസം ഉണ്ടാവരുത്. 14 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറഞ്ഞിട്ടില്ല എനിക്ക് ഈ മാസം. കുറഞ്ഞിട്ടില്ല ഒരിക്കൽ. ഞാനത് സമ്മതിക്കില്ല, അതെൻ്റെ വാശിയാണ്. ജനുവരിയിലേക്കാൾ കൂടുതലായിരിക്കണം ഫെബ്രുവരി, അതിനേക്കാൾ അത് 14 കൊല്ലമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറയാൻ സമ്മതിച്ചിട്ടില്ല. എവിടെ ഞാൻ 22-ാം തീയതി 23-ാം തീയതി ആകുമ്പോൾ കണക്കെടുക്കും. ലാസ്റ്റ് വീക്ക് ഒരു പൊളി പൊളിക്കാൻ, ആ വീക്കിലാണ് എൻ്റെ വളർച്ച നടക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ഒരാഴ്ചയിൽ 4 രാജ്യത്ത് ക്ലാസ് എടുത്താൽ പോയി. മുംബൈ ടു ഖത്തർ, ഖത്തർ ടു ദുബായ്, ദുബായ് ടു സൗദി, 3 രാജ്യത്ത്. മുംബൈ ഒരു രാജ്യമായി വേണമെങ്കിൽ കൂട്ടിക്കോ. അല്ല, തള്ളിൻ്റെ കൂടെ ഇടയ്ക്കതും. ഇത് വേറെ ഏതൊരു ക്ലാസ്സിൽ ഇതുപോലെ എന്തോ പറഞ്ഞപ്പോഴേ അയാളുടെ കസേര അയാൾ ബാക്കിലേക്ക് നിരക്കി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇല്ല സാറിൻ്റെ തള്ളിൻ്റെ ശക്തിയിൽ പോയതാണ്. ബോംബെയിലോ ഇവൻ്റെ ഇത് നേരെ അവിടുന്ന് ഖത്തറിൽ നിന്ന് നേരെ ദുബായ് നേരെ സൗദിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിള കാറ്ററിങ്സിൻ്റെ പ്രോഗ്രാമാണ് പിറ്റേ ദിവസം. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോണതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി. ഒരാഴ്ചയിൽ പോയിട്ട് അല്ല കുടുംബം എങ്ങനെ നന്നാക്കാമെന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ കുടുംബം അവിടെ ഉണ്ടാവില്ല. അവസാനത്തെ വീക്കിൽ ആ സ്ട്രെച്ച് ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ വളരുന്നത്. കൺഫ്യൂഷൻ, ഏജിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ, ഏജിന്റെ ടൈമിൽ കൺഫ്യൂഷൻ ഉണ്ടായി. ഈ ഏജൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ എത്ര വയസ്സ്? 18 അല്ലേ? അപ്പൊ ഈ 3-ാമത്തേലേക്ക് എത്തി നിങ്ങൾ. ആദ്യത്തെ കൺഫ്യൂഷനൊക്കെ മാറി. 10 to 13, 13 to 16 ഈ ടൈമിൽ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10-13 വയസ്സിൽ ആ സമയത്ത് കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. വലിയ പെൺകുട്ടികളും ചെറിയ ആൺകുട്ടികളും ഉണ്ടാവുക അല്ലെ. 12 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടി പെട്ടെന്ന് വലുതാവും. എന്നിട്ട് പെൺകുട്ടിക്ക് പേടിയാ, ഞാനിതാ വലുതാവുന്നു. ആൺകുട്ടികൾ പറയും ഞാൻ എന്താ വലുതാവാത്തേ? ഒരു കോഴിമുട്ട കഴിച്ചാൽ നോക്ക്, വന്നില്ലല്ലോ. എൻ്റെ മോനൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 11 വയസ്സ്, അവനെ ഇടയ്ക്കിടയ്ക്ക് മസിലൊക്കെ കഴിച്ചു ഞാൻ നോക്കുമ്പോ ഒരു വര, ആ വരയ്ക്കണം അവൻ വിങ്സ് എന്ന് പറയണം. ആ സമയത്ത് വീട്ടുകാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, പോത്ത് പോലെ വലുതായി. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. പോത്താണെങ്കിലും വലുതായല്ലോ.